ജില്ലാ സെക്കൻഡ് ഡിവിഷൻ ഫുട്ബോളിൽ കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബ് ചാമ്പ്യന്മാർ. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ അൽഹുദ് ബീരിച്ചേരിയെ പരാജയപ്പെടുത്തിയാണ് കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബ് വിജയകിരീടം ചൂടിയത്. ഒരു മാസത്തോളമായി നീലേശ്വരം EMS ഗ്രൗണ്ടിൽ നടന്നുവന്ന നോർത്ത് സോൺ സെക്കൻഡ് ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ 5-ൽ 4 മത്സരം വിജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബ് ഫൈനലിൽ പ്രവേശിച്ചത്. തുടർന്ന് സൗത്ത് സോൺ ചാമ്പ്യന്മാരായ അൽഹുദ ബീരിച്ചേരിയുമായായിരുന്നു ഫൈനൽ മത്സരം. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരാട്ടത്തിൽ ആവേശക്കൊടുങ്കാറ്റായി കളിക്കളത്തിലിറങ്ങിയ കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബ് എതിരില്ലാത്ത 2 ഗോൾ നേടി ചാമ്പ്യന്മാരാകുകയായിരുന്നു. ആദ്യ പകുതിയിൽ അബ്ദുള്ള ക്യാൻസിയും രണ്ടാം പകുതിയിൽ റിസാനും ഓരോ ഗോളുകൾ നേടിയാണ് ജില്ലാ സെക്കൻഡ് ഡിവിഷൻ ഫുട്ബോളിൽ ചാമ്പ്യന്മാരായത്. ഇതോടെ നാഷണൽ ടീം സീനിയർ ഡിവിഷനിൽ പ്രവേശിച്ചു. ഇർഷാദിനെ ഫൈനലിലെ മികച്ച താരമായി തെരഞ്ഞെടുത്തു. സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജൻ എടാട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി TKM മുഹമ്മദ് റഫീഖ് പടന്ന ട്രോഫികൾ വിതരണം ചെയ്തു. സിദ്ദിഖ് ചക്കര സ്വാഗതം പറഞ്ഞു. സൈനുദ്ദീൻ, സുരേഷ് ഗോപാലകൃഷ്ണ, അൻവർ മൗലവി, അബ്ദുൾ റഹ്മാൻ ബാങ്കോട്, സുനൈസ് സുലൈമാൻ എന്നിവർ സംസാരിച്ചു. ഹസൻ പതിക്കുന്ന്, നവാസ് പള്ളിക്കാൽ, ഷംസുദ്ദീൻ കമ്മു, ഷാഫി തെരുവത്ത്, ഷെരീഫ് തെരുവത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ടീം നാഷണലിനെ പിന്തുണയ്ക്കുവാൻ കാസർഗോഡ് ഭാഗത്തു നിന്ന് ധാരാളം പേരാണ് മത്സരം വീക്ഷിക്കാൻ നടക്കാവ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത്. സഹകരിച്ച എല്ലാവർക്കും കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബ്ബ് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.